അമ്മയുടെ അങ്ങനെ അപ്പൂസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. റെഡിയായി ഗായ്സ്. അപ്പൊ നമ്മൾ ഓഫ് ചെയ്തു. ഇനി നമ്മുടെ ഇലയുടെ പ്ലേറ്റിലേക്ക് മാറ്റും. ഈ ഇലയിലേക്ക് നമുക്ക് മാറ്റാം. ഇല പ്ലേറ്റ് ആയിരുന്നു. ഓ എനിക്കുള്ളതല്ലേ ശർക്കര നീരും ഇതൊക്കെ അങ്ങോട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ആവിപ്പട്ടിരുന്ന അടപ്പാപ്പം. അമ്മേ ഞാനത് ഇപ്പോൾ ഇങ്ങനെ ഈ ബെഡ് ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്, ഈ സൈഡിലായിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനത് ഇങ്ങോട്ട് നീക്കി വെച്ചു. അത് ചാവാൻ അല്ലെങ്കിൽ ഈ ഗ്യാപ്പിൽ നിന്ന് ബെഡുമ്മേക്ക് ചാടി പിന്നെ അങ്ങോട്ട് ചാടി അങ്ങനെ ചാടുമ്പോൾ അവൻ വീഴുമെന്ന് പേടി. അപ്പം ഞാൻ ഈ അറ്റത്തേക്ക് വെച്ചു. പിന്നെ അവന് ഇതുമ്മ തൊട്ട് വായിച്ച് പഠിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടേക്ക് ഞാനിങ്ങനെ ഈ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചു. നല്ല കാറ്റുണ്ട് കേട്ടോ. എവിടെയോ നല്ല മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കും ഇവിടെ അത്രയും കാറ്റ്. അപ്പൂസ് കെടുക്കാം മുകളിലാണ്. അടിച്ച് അതിലെ ടോയ്സൊക്കെ ഞാൻ ഇതിൽ പറക്കി വെച്ചു. കഴിഞ്ഞ് വന്നാൽ വരുമ്പോഴേക്ക് എല്ലാം വലിച്ച് പറിച്ച് ഇടും. ഞാനിവിടെ നമ്മൾ ഇന്നലെ നടക്കാൻ പോയപ്പോൾ ഞങ്ങൾ ചീര മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീര അരിയാണ്. ചീര അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുളൻകിഴങ്ങ് വറുത്തരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ചീരയും ഉണ്ടാവില്ല. അപ്പോൾ രാവിലേക്ക് ഉച്ചക്കിലേക്ക് ഉരുളൻകിഴങ്ങ് വറുത്തരച്ചതുണ്ട്. പിന്നെ വൈകുന്നേരത്തിന് ഈ കറി പിന്നെ ഈ ചീരപ്പേരി ആകുമ്പോൾ സെറ്റാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒന്ന് നോക്കിയാൽ ഞാനതൊക്കെ എനിക്ക് കയറി രാവിലെ മാവുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചോറടപ്പത്ത് വെച്ചിട്ടുണ്ട്. ചിമ്പിളി കറിക്കുള്ള ചോറ് വെച്ചിട്ടുണ്ട്. മാവിന് വെള്ളം ഇപ്പത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ വില കുറവായതുകൊണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചിക്കൻ മറ്റേ പ്രത്യേകതരം ഒരു മസാലയുണ്ട് ഇവിടെ. ആ മസാല ഇട്ടിട്ട് വറുത്ത് വെച്ചിരിക്കുക. അപ്പോൾ റവ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അരിയിച്ചിട്ടില്ല, നേരം വെളുത്ത് വരുന്നുള്ളൂ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സാധനം സ്പെഷ്യൽ റവ ഉപ്മാവാണ്. അതങ്ങനെ സെറ്റാക്കിയിട്ട് വേണം അവരെ വിളിക്കാൻ. ചായക്കുള്ള വെള്ളം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഓംലെറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ചായയുടെ കൂടെ വെച്ചിട്ടുണ്ട്. അതാവണം. പിന്നെ നേരം വെളുത്ത് വരുന്നുള്ളൂ. ഈ വെള്ളം തിളയ്ക്കുമ്പോൾ അരിക്ക് വയ്ക്കുള്ള സാധനം തെറ്റാക്കണം. ആദ്യക്ക് കൊണ്ടുപോയിട്ട് മുട്ട വെച്ചിട്ടുണ്ട്. ചിക്കൻ വറുത്ത് പൊരിച്ചതുണ്ട്. എന്നാലും ഇടത്ത് വെത്ത് വരണം. ഗുഡ് മോർണിംഗ് ഓൾ.
അപ്പോൾ ചായ ഇവിടെ തിളച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മുടെ മുട്ട ഓംലെറ്റ് ചെയ്ത് വെച്ചത് സെറ്റാക്കി ഉപ്പുമാവ് ഇറക്കി. ഇനി ആരെ വിളിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ വിളിച്ചില്ലെങ്കിൽ പിന്നെ എനിക്കുണ്ടാവില്ല. ആരെ വിളിക്കണം, എണീക്കേണ്ട കാര്യമുണ്ട്. രാവിലെ ഭയങ്കര മടി, എണീപ്പിക്കുമ്പോൾ ഇനിയൊരു കരച്ചിലുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആദിച്ചി, ഗുഡ് മോർണിംഗ്. അച്ഛോ ഗുഡ് മോർണിംഗ്. അയ്യോ ചോറിൻ്റെ കൂടെ സത്യമണി ഗുഡ് മോർണിംഗ്. ഏച്ചി കുലി പോണ്ടേ? ഏച്ചി 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 അച്ചു അമ്മടെ പൊണ്ണേ, അമ്മടെ മുത്തേ, തക്കത് കുറ്റാ. കണ്ണിൽ വയ്ക്കാൻ 2 ഇറുക്കിലെടുക്കട്ടെ. സുത്തിരി മമ്മിയുടെ മോയ ചേച്ചി ഗുഡ് മോർണിംഗ്. അച്ചടാ സുന്ദരി ഉക്കുലി പോകണ്ടേ കണ്ണ? ഉക്കുലി പോകണ്ടേ? ആ ശ്രദ്ധ ശ്രദ്ധ. അച്ചടോ അച്ചടോ. സുന്ദരി നമ്മളെ പൂസ് ഇവിടെ കിടക്കണം. ഇന്നലെ ഇവിടെ കിടന്നു. ചേട്ടൻ 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 ചേട്ടൻ്റെ മേത്തേക്ക് പോകണ്ട. അച്ചടാ ചേട്ടൻ്റെ മേത്തൊന്നും ഇങ്ങനെ അടിച്ചല്ലേ, താത്തന്നെ വേനക്കില്ലേ. ബാ വീയും താഴത്തേക്ക് വീയും. ചേച്ചി ബസ് ചെയ്യണ്ടേ? ബസ് ആവജിൻ്റെ ഫ്ലവര. ചേട്ടന് ഗുഡ് മോർണിംഗ് മഞ്ഞ. ഗുഡ് മോർണിംഗ് ബൈ. ഗുഡ് മോർണിംഗ്. ആ പോവാം ചേച്ചി. കാവ് ചാവൻ്റെ പുറത്തൊക്കെ കയറി 2 കൊടുത്തു. നമ്മുടെ വാടക എടുക്കേണ്ടിരും തോന്നുന്നു വെച്ചോ. അയ്യോ ശരിയാ. ചായ അപ്പോൾ നമ്മളെ വെച്ചു ചായ ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ നൈസായിട്ട് പോയില്ലേ ആദ്യക്കൂട്ടാ. ഓൻ്റെ ചുളിച്ചി പിച്ചപ്പൻ്റെ ചായ ആയിട്ട് ആണ്ട പൊണ്ണിനി അജ്ജോ ആണ്ട മുത്ത ഇവിടെ കേക്കണതാ കണ്ണാച്ചിട്ടാ. എൻ്റെ മോനൊങ്ങിയ ഒയ്യോ എൻ്റെ കണ്ണൊങ്ങിയ കള്ളക്കുട്ടൻ ദാവോങ്ങണു. അമ്മ ചാന്ന് മഞ്ഞ ചുരിക്കോട്ട ആണ്ടമ്മ അണ്ടേ ഏച്ചി പോനെ ഏച്ചി പോനെ. ഇത് പോന്നെ മമ്മിൻ്റെ മോൻ. ഏച്ചി പോനെ ഏച്ചി പോനെ ആൻ്റെ പോൻ്റെ അഞ്ഞി അമ്മയുടെ മോനെ പുതിയ പാത്ര ബോത്തിൽ വാങ്ങിയിട്ടുണ്ടല്ലോ. ഒരു അടിച്ചിന് ഉപ്പുമാവാണെന്ന്. ഉപ്പുമാവ് മതി. ചിക്കൻ എഗ് ചിക്കൻ കണ്ണനി അച്ചോ. ഈ മസാലിന് എന്താ പറയുക? പൊരിച്ച മസാല. അത് ഇവിടുത്തെ പ്രത്യേകതയല്ലേ, നമ്മളിവിടെ എല്ലായിടത്തും ഉണ്ടാ. ആ പുതിയ പാത്രം പോത്തിൽ കാട്ടി കൊടുത്ത കാവിന് സൂപ്പർ സ്പൈഡർമാൻ 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 സ്പൈഡർമാൻ്റെ പുതിയത് മിക്കാവ് മകന്ന് പുതിയത് പുതിയത്. ആ അത് കുളിക്ക് മിക്കാവ്. ആ സ്പൈഡർമാൻ സ്പൈഡർമാനാ ജിഡാ പുതിയത്
ആദിയുടെ എല്ലാ സാധനങ്ങളും പൊന്നുവാക്കി പുതിയ കുപ്പി ഇവിടെ വെച്ച് പുതിയ കുപ്പിയിൽ വെച്ച് വാ അതിൽ വെക്കി ബോട്ടില്. അപ്പൊ പുതിയ ബോട്ടിലിന് വരില്ലെന്ന് തോന്നേ. ഇന്നലെ ഒരു ID കാർഡ് കിട്ടിയിട്ട് അതുകൊണ്ട് നടക്കലായിരുന്നു. അടിച്ച് കുളിച്ച് രണ്ടെണ്ണ കാണിക്കാൻ വേണ്ടിട്ടാ. അത് വേണ്ട തന്നെ. ഇനി അത് വേണ്ട. ഇനി പുതിയത് മതിയെന്ന്. അത് പൊട്ടിയവന്റെ മോൾ ഭാഗത്തിന്റെ ഇത് ടോപ്പ് പൊട്ടിയതിന്റെ സൈഡ് ചിരിച്ചു പിടിച്ചാ വെള്ളം പോവും. അപ്പൊ പരിപാടികൾ കഴിഞ്ഞ് ഇനി അവനെ ഞാൻ വേഗം ബ്രഷ് ചെയ്ത് ഒന്ന് സെറ്റാക്കട്ടെ. നമ്മളെ ആദീസിന് പുതിയ ID കാർഡൊക്കെ കിട്ടിട്ടാ. അടിച്ചിന് ID കാർഡ് കാറ്റുപറ്റേ എന്റെ മോൻ ID കാർഡ് ഇട്ടിട്ട് വേണേ ഊരി തരുന്നില്ല. എന്തോരം സമയം കഴിഞ്ഞിട്ട് ഇന്നലെ മേടിച്ചെന്നറിയത്. ചഞ്ചടാ വൈറ്റ് ചുറ്റുമണിയെ വാവ് അടിച്ച് സൂപ്പർ സൂപ്പർ. സൂപ്പർ അടിച്ച് സൂപ്പർ. ആ ഇങ്ങോട്ട് നോക്കിട്ട് പറയാ സൂപ്പർ. ID കാർഡാ ആദിച്ചീന. ഇവിടെ അപ്പാടി ചേട്ടൻ്റെ ID കാർഡ് ഇട്ട് നടക്കലായിരുന്നു പണി തന്നാള്. അവന് സ്വന്തം ഓഫീസിൽ പോകുമ്പോ കരയും. അപ്പൊ കുറച്ച് നേരം കഴിച്ചിട്ട് കൊടുക്കുക. ചേട്ടന് സ്കൂൾ ഇട്ട് വന്നു കഴിഞ്ഞാൽ ചേട്ടനിട്ട് നടക്കല പണിയാണ്. അടിച്ച് കൂറ്റനി IG കാർഡ് സൂപ്പർ. ാടവണ്ണ ചുട്ടുമണിയാ ചൂണ്ടടി അമ്പ് 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 അമ്പോ താരത് തുന്തർന തുന്തർന തുന്തരി ഇതിന്റെ ബോക്സ്. യെസ് അഡീഷന്റെ സ്പൈഡർമാൻ്റെ കൂടെ സ്പൈഡർമാൻ ഇതിൽ വന്നിട്ട് കളിക്കാട്ടെ. അവിടെ വെച്ചോ അടിച്ചിന് കളിക്കാട്ടാ. ഓക്കെ അമ്മനെ ശ്രുതി കൊത്താ. ബാ ശ്രുതി കൊക്ക് ശ്രുതി അമ്മനെ ശ്രുതി കൊടുക്ക്. ബാ 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 ഉമ്മോക്ക് അമ്പാനി ഉമ്മോക്ക് അമ്പാനി ചിക്കനേ അമ്പാനി ചിക്കനേ അച്ഛനും മോക്ക്. ആ മമ്മി ചുമ്മന്നെ മമ്മി ശ്രുതി ഉമ്മന്നെ ഉമ്മന്നെ അല്ല ഒന്നായി. ഇവിടെയൊക്കെ ഒന്ന് മിറ്റടിച്ച് വരണം ഗൈസ്. എന്തോരം അടിച്ചാൽ ഈ ചവറ് ഇങ്ങനെ കൊണ്ടേ അടിച്ചാണോ ബൈക്ക് എടുക്കണ? ബൈക്ക് ചാടിച്ച് അടിച്ച് അടിച്ച് ആരകുമ്പോ ഇവിടെ ചാലി ചീബോ ബാക്കിലെടുത്തണോ? ബൈ.
പൊന്നു 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 കുഞ്ചി പൊന്നു കുഞ്ചി പൊന്നു. ബൈ ബൈയോ. താട്ടം വരും, താട്ടം വരും. ബൈ ബൈ, ടാറ്റാ. ചാലി അടിച്ചു പോയോ? കുളിച്ച് അടിച്ചു കുളിച്ച് പോയടി, കുളിച്ച് പോയടി. ചാലിയപ്പാ ചാലിയപ്പാ. ചിമ്പന്നെ ചിമ്പു അടിച്ചു കുളി പോയാ, അടിച്ചു കുളിയെ പോയാ, അടിച്ചു കുളി. ആ കുശുമ്പളകീൻ്റെ കുശുമ്പളകീൻ്റെ. എന്താ പ്രശ്നം? എന്താ ഇതിൻ്റെ പ്രശ്നം? കുറച്ച് വെയിലുള്ള ദിവസം തോന്നുന്നു കേട്ടോ. മഴ വരുന്നുണ്ട്. ആരാ 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 എന്താ ആരാ ആരാ? അമ്പോ അമ്പോ. ചിമ്പു അപ്പൂസിൻ്റെ കൂടെ ബൈക്ക് മോകോ? ആ ചിമ്പുനെ നമ്മളെ തൃശ്ശൂരുള്ളപ്പോൾ അങ്ങനെ കൊണ്ടുപോയില്ലേ ബൈക്കിന്? പണ്ട് ചിമ്പുനെ കൊണ്ടുപോയില്ലാന്നാ. പിന്നെ നീ പ്ലെയിനിലാണ് കൊണ്ടുപോയിനെ? ആ ഫ്രണ്ടിലല്ല, കയ്യിൽ പിടിച്ചിട്ട്. ചാർലിന് ചാർലിന് ചെവിടും മേടിച്ചിട്ട് എന്തുമ്മാ സങ്കട സ്റ്റൗന്. അപ്പോട്ട് സങ്കടം പറയാണ്. ഇവൻ കുമ്പ് കാറ്റി ഓന്റെ തെവിമൊക്കെ അച്ചു. അപ്പുന്റെ ചെവി മുറിയടി ഇട്ടു. ചിമ്മുന് ചിക്കന്റെ മണം തൊട്ട് കേട്ടിട്ടേ ആ ബാക്ക് ഡോറിന്റെ അവിടെ വന്ന് നിന്ന് കൊട്ടലെന്നെ കൊട്ടല്. അമ്മയുടെ ഞാനൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചിമ്പിന്റെ വായ തല ചിമ്പിന്റെ വായിലിരിക്കും. ചമ്പാശോട് പയ്യാട്ടാ, ചമ്പാശോട് പാറ്റിക്കുമ്പോ പയ്യാ സങ്കടം വന്നിട്ട് കാവിനി അവിടെ ഒരാളെ കുശുമ്പാണ്. അച്ഛോ എന്റെ മോന് ചങ്കടം വന്നൂടെ. എണീറ്റ് പോടാന്ന് ചിമ്പു. നമ്മളെ സമ്മതിച്ചു. അപ്പൊ അവൻ ജനിച്ചപ്പോ തൊട്ട് നമ്മള് കണ്ടു തുടങ്ങുന്നതല്ലേ. അവൻ മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം ചാർലിയും കൂടി നമ്മളിവന് രണ്ടാളും ഒരുമിച്ച് ഒഴിയുന്നു. രണ്ടാൾക്ക് ഒരുമിച്ചെല്ലാം കാര്യം ചെയ്യുന്നാലും അങ്ങനെ കുശുമ്പ. ഇതെന്റെ ഇതെന്റെ അപ്പൂസാണ്, എന്റെ അതിസാണ്, ഇതെന്റെ വീടാണ്, നീ എന്ത് ഒതുങ്ങിയിരുന്നാ മതി ഭാവണ്. വേറെ സംഭവം ഞാനിപ്പോ അങ്ങനെ വിചാരിച്ചിട്ട് ചിമ്പുന് ഈ കുറച്ച് നാളാണ് കുറച്ച് എക്സ്ട്രാ ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ ഉഴിയലും പിടുത്തടിച്ചു കൊള്ളും. അപ്പൊ ഈടാവ് നോക്കിയിരിക്കും. ഈടാവ് കേറിന്റെ മണിയിലൊക്കെ വന്നിരിക്കും. ഞാൻ നമ്മളെ പോലെ തന്നെ ഭയങ്കര ഇമോഷൻസ് ആണ്. ചിമ്പുനെ ഞാന് മടിയിലെടുത്തലും മനസ്സിലാവുള്ളൂ. പൂച്ചകള് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പൂച്ചകള് പറഞ്ഞാ രാവിലെ പോവും, ഒരു വൈകുന്നേരം വന്നിട്ട് ആ ഫുഡ് ഉണ്ടാവും. പിന്നെ 4 കുട്ടികളുണ്ടാക്കും, പിന്നെ അതിനൊറത്ത് തിന്നും. അങ്ങനത്തെയാണ് പൂച്ചകള്. പട്ടികൾ അങ്ങനെയല്ല, ടോട്ടലി ഡിഫറെന്റാ.
അങ്ങോട്ട് വേടാ ചിമ്പോ ചിമ്പോ കാം പണ്ട അങ്ങനെയല്ലേ കളിച്ചില്ല ഉണ്ടായുള്ള അപ്പൊ അതാണ് നമുക്ക് സങ്കടം ചിമ്പു വേറെ ലെവലാണ് ചിമ്പുന്റെ ചാർലി എടുക്കണ ഇതിനെന്താ പ്രാന്തായൊന്നും ചാർലി അല്ലേ ചാർലിയെ ഒരു കൊറ മതി ചങ്ങോട്ടോണം അല്ല ചാർലി ചാർലിപ്പാ ആവശ്യപ്പെടുക്കുള്ളല്ലേ ചാർലി കയ്യിൽ സിംഹത്തിന്റെ പോലെ അല്ലേ സിംഗം സിംഹം എങ്ങനെയല്ലേ സിംഹം അവിടെ ആരും മണങ്ങി ചായ എടുത്താലോ അപ്പൊ ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ ഉത്തരവാദിത്തം കാണിക്കണ്ട അപ്പോഴേക്കും ആദ്യം ഇത് മാറി അവിടെ ആരെ കാൽപെരുമാറ്റം കേട്ടപ്പോഴേക്കും ആളെ അങ്ങോട്ട് തൊട്ടാലാള് റേസ് ചായ എടുത്താലോ ചായ ഹലോ ഇങ്ങനെ നമ്മളുടെ അപ്പൂസ് വണ്ടി എടുത്തിട്ട് പിന്നെ അവന് ഗ്രൗണ്ടിൽ ഡ്രാഗിന് പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചാനലിൽ ചെയ്യുമ്പോൾ ഫുഡൊക്കെ കൊടുത്തിട്ട് അതൊക്കെ കഴിച്ചിട്ട് ഇതിലേക്ക് എടുക്കണം. അപ്പോൾ നമ്മുടെ കഴിച്ച് ഉപ്മാവും പഴവും ആണ് കഴിച്ചത്. ചായ കുടിക്കും. ഇവിടെ ഒരാൾ കാവല് അമ്പോ ഈ വാല് മാത്രം മതി ഇവിടെ അടിച്ചു പോയത്. ചാർലിയത് അല്ല മാമൂലല്ലേ നീ അപ്പൊ തന്നൂല്ലോ നിനക്ക്. ആന്ന് ചിമ്പല്ല ചിമ്പിന് ഒരു നുള്ളു മാമു മടി ഒങ്ങാനായിട്ട് അല്ല ചിമ്പ് കൂടെ ശേഖം മാത്രം മതി. ശേഖം ആ ഉണ്ടപ്പനായി പാവു വരും കേട്ടാ. ആ ചാലിയപ്പ ആ ഇപ്പൊ കണ്ട ഗുണ്ടപ്പനായി ഇത് കണ്ട എടുക്കാനും പറ്റില്ല. അവനിഷ്ടം നടക്കാൻ. നടക്കണം. നടന്നു വരുമ്പോൾ സുഖം. പണ്ട് നമ്മള് ബാംഗ്ലൂരിലപ്പോ ഷട്ടിൽ കളിയായിരുന്നു ഇഷ്ടം സ്ഥിരം. എന്തമ്മാ ആച്ചക്കോ അവിടെ ചാച്ച പോയിട്ട് കോട്ടായിട്ടിട്ട് അപ്പൂസ് വണ്ടി തന്നിട്ട് പിന്നെ വീണ്ടും പോയി കാർ എടുക്കാനായിട്ട്, കാർ പ്രാക്ടീസിന്. അപ്പൊ ഇവന് പോണ്ട കാരണം ആ വണ്ടി തന്നെ. ഒന്നുകൂടി പറഞ്ഞ പുലർച്ചെ അപ്പൂസ് ബൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ചിമ്പോടിന് ഇന്നോറ്റാ അപ്പറ്റേക്ക് ആറ്റ കൊടുത്തിട്ടോ. ചിമ്പ് എന്നും കൂടിയുള്ള ജനിച്ച കളന്നിട്ട് അപ്പക്കിട്ട് ആറ്റ കൊടുക്കുന്നത്. ഓ ഇനി ശനിയാഴ്ച കഴിഞ്ഞ ഏത് വണ്ടിയിൽ പോവാ. അമ്പോ അങ്ങനെ വെച്ചപ്പം പോയി. ചിമ്പപ്പ അപ്പ പോയി അടി കളിപ്പന്നെ. ചിമ്പ ഇപ്പൊ തന്നെ ഞാൻ നേരത്തെ അടിച്ചിട്ടത് കണ്ടില്ലേ ഗൈസ് നിങ്ങൾ? അപ്പളേക്ക് നോക്കിയേ 1 മണിക്കൂർ അരമണിക്കൂറിനുള്ളിൽ വീണ്ടും പ്രാകെ ചവറാവും. തേങ്ങയുടെ മൂടി ഇത് വെള്ളത്തിലും മണ്ണിലൊക്കെ ആണെങ്കിൽ കിളി പറയാനത്. ഇതിന്മേ കാരണം പിന്നെയും അടിച്ചാലെങ്കിൽ നീ 4 ഈ തുമ്പത്ത് നിൽക്കണ സാധനങ്ങളൊക്കെ വെട്ടി കളയായിരുന്നു വണ്ടാരൊക്കെ ഇട്ട്. അവിടെ ക്ഷീണിച്ച് തന്ന സാധനം കേട്ടോ. നല്ല ഐശ്വര്യമുള്ളൊരു
ചെടിയത്. ഇത് ഭയങ്കര അയച്ചിട്ടുള്ള ചെടിയാണ്. CC പ്ലാന്റാണ്. കുറച്ച് ഡള്ളായിട്ട് ഈ നേരം ഒന്നും നനയ്ക്കാൻ പാടില്ല. ഇടയ്ക്ക് നനവ് കൊടുക്കാൻ പാടുള്ളൂ. നല്ല സ്പ്രേ ചെയ്യണം. പുതിയ ഇതുകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. മുളകളൊക്കെ കണ്ട ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ആദീസ് കുട്ടൻ ചായ കുടിക്കുകയാണ് ഈവനിങ് അല്ലേ. എൻ്റെ പൊന്നുമണി പാപ്പം ചിന്നിൻ്റെ മുറുക്കും കഴിച്ചു. ഇപ്പോൾ ഇതുണ്ടാ വിക്കറ്റ് അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ടല്ലോ ഒരു വിക്കറ്റ്. കുറേ കളേഴ്സ് ഉണ്ടല്ലോ. ഉണ്ടാ അടിപൊളിയായിട്ടുണ്ട്. റെഡ് കളറുണ്ട്. ബ്ലൂ കളറുണ്ട്. കുട്ടാപ്പി ഇവിടെ ഇല്ല. കുട്ടാപ്പി നീ കണ്ട മുറുക്ക് പാപ്പം നിന്നിട്ട് മുറുക്ക് പാപ്പം കുട്ടാപ്പിക്ക് വെച്ച് കൊടുത്തേക്കാണ്. അടിച്ചു കൊട്ടെ ഇവിടെ ഒരു ജിരിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇരിക്കുകയാണ് ചായ കുടിക്കാനായിട്ട്. അത് നല്ലൊരു ഈവനിങ് ആണ്. എത്ര ശാന്തം. ഇന്ന് ഞാൻ പകലുറങ്ങാത്ത ആളാണ്, എന്നെ അറിയുന്നവർക്ക് അറിയാം. പക്ഷെ ഇന്ന് ഞാൻ ഒരുപാട് സമയമല്ല, ഒരു 1.5 മണിക്കൂർ എങ്ങാനും ആദ്യം വന്ന് കുറേ നേരം കളിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം ഉറങ്ങി. എൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് കളിക്കില്ലായിരുന്നു. എൻ്റെ ഉമ്മ എൻ്റെ കണ്ണ അതാ അവിടെ കുറേ സാധനങ്ങൾ കളിക്കാൻ വെച്ചിട്ട് അവ ഇവിടെ എൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് അച്ഛേ ഇതാരടി കല്ലിപ്പെന്നോ. പിന്നെ അപ്പോൾ ഞാനിവിടെ തന്നെ ഇരുന്നപ്പോൾ എനിക്ക് വന്നത് ഇവിടെ നിന്ന് പൂവില്ലേ ഓടി തന്നെ കളിക്കുകയാണ് എൻ്റെ അമ്മ കല്ലിപ്പെന്ന പാപ്പച്ചിന്നെ. കങ്കാട് ഷീബ്ര എവിടെ ഷീബ്ര ഏ ഗുബൈ ടൈഗറ ലയൻ എവിടെ ലയൻ ഏ ജിറാഫ് എവിടെ ജിറാഫ് ഏ മങ്കി എവിടെ മങ്കി ഏ ഗുബൈ ചിമ്പു ഡോഗിനാണ് ചിമ്പു ചുഞ്ചിരിയാണ് ചുഞ്ചിരി. ഞാൻ ക്യാപ്പ് എന്തിനു എടുക്കണേ ചേട്ടൻ്റെ അല്ല. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പോണു. അപ്പോൾ വാ ചേട്ടൻ്റെ എത്തിക്ക് പോവാം. അമ്മ അവിടെ വെച്ചോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞു. ഇനി അതേ ചിമ്പനും ചാർലിക്കുള്ള ഫുഡ് കുറച്ച് വെച്ചിട്ടുണ്ട്. എന്തമ്മ കായ ഉപ്പേരി വയ്ക്കാനായിട്ട് ചെറുതായിട്ടായിരുന്നിട്ട് കായ ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇനി വൈകുന്നേരത്തിനുള്ള ചോറ് ഇറക്കി വെക്കണം. എന്താ കണ്ണ ബായ ചേട്ടൻ്റെ എത്തിക്കുക. ചേട്ടൻ്റെ അടുത്തായിരുന്നു അവൻ. ഞാൻ TV ശബ്ദം കുറച്ചപ്പോൾ അവൻ താഴ്ത്തിക്ക് ഇറങ്ങി വന്നതാ. ചേട്ടൻ എന്താ ചെയ്യണ അവിടെ? ചേട്ടൻ എന്നിട്ട് ചെയ്യണ ചേട്ടൻ ചോട്ട അവിടെ ഇരിക്കുന്നുണ്ട്. ചോട്ടൻ എന്താ ചെയ്യണേ? ചോട്ടാ ലിങ്കോലിടാ അല്ലേ? അയ്യോ അഞ്ചു കണ്ണ ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പം ചേട്ടൻ്റെ റൂമിക്ക് പോകും. എന്താ കാറ്റ് ഇവിടെ വന്നിരിക്കുമോ. അതിന് നല്ല സൂര്യകിരണങ്ങൾ എന്ന് പറയില്ലേ അസ്തമയത്തിൻ്റെ. രസമായിട്ടുണ്ട്.
എന്തുമ്മാ നല്ല കാറ്റ് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുക. എൻ്റെ മോനെ കാണിക്കാം. ആദ്യം ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് കാണിക്കാം. സൂപ്പർ സൂപ്പർ. ഈ കാക്കച്ചിരിക്കുന്നെങ്കിൽ അവിടെ കാക്ക തുടങ്ങി അച്ഛാ. ലീഫുണ്ട് അവിടെ. ലീഫ് അവിടെ കാക്കച്ചിണ്ട്. അവിടെ കാക്കച്ചി ഓലത്തുമ്പത്തിരുന്നു ഞാൻ. അടാ അങ്ങനെ ഞങ്ങൾ ദേ ഇവിടെ അങ്ങനെ ഇരിക്കുന്നില്ല. ആദിശേ എന്ത് കണ്ണാ വിളിച്ചു രാവിലെ മുമ്പ് പറഞ്ഞേക്കണം പുലർച്ച കാണാം എന്ന് പറഞ്ഞിട്ട് പോയിക്കണേ. എപ്പോൾ പോയാലും പുലർച്ച വരുന്നത്. നിങ്ങൾ ചായയൊക്കെ കുടിച്ചാൽ എല്ലാവരും വൈകുന്നേരത്തെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്താ. എന്ത് കണ്ണാ അവനെ കാണിക്കാനാ പറയണ. അഞ്ചണ് പറ. അച്ഛാ ഇങ്ങോട്ട് പോയ ഇവിടെ ഇരുന്ന് പത്താൻ പോയ. നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടം ഞാനിവിടെ വന്നിരിക്കാൻ. ചിലപ്പോ നമ്മളിവിടെ ഇരിക്കുമ്പോ മുകളിൽ കയറിയിരിക്കാൻ. ഞാനെനിക്ക് ടെൻഷനാ. സൂര്യകിരണങ്ങള് കാണുന്നില്ല. അഞ്ചമ്മ എന്റെ മോൻ എടുക്കണ്ട്. അവൻ എടുക്കാനോ. നല്ല ആക്റ്റീവായിട്ട് പോയിട്ടാണ് ഇരിക്കും. അഞ്ചുമ്മ ലീഫിനെ പറക്കണ്ട്. ലീഫിനെ ഇതെന്ത് ലീഫാ? ജാക്ക് ഫ്രൂട്ടിന്റെ ലീഫാ? അതെടുക്കണ്ട്. എന്റെ പൊന്നോ വീഡിയോ എടുക്കാൻ ചെയ്യണത്. നമുക്ക് താഴത്തേക്ക് പോവാ. ചേട്ടന്റെ കൂടെ ഇവിടെ ഇരുന്നോ? മമ്മി താഴത്ത് പോട്ടെ കേട്ടാ. അപ്പൂസ് പാടേ. അടാട് അടിടാട് മമ്മിയുടെ മോൻ. മമ്മിയുടെ മോൻ ആടാട്. അഞ്ചുമ്മ ചേട്ടാ വലിയ ആളുടെ വീഡിയോ അപ്പൂസാണ് കഴിച്ച് ഇപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ടോ. അപ്പൊ ഇപ്പൊ കുറച്ച് പാതിരിക്കും വരുന്നുണ്ട്. അത് കാണുന്നെടുക്കാൻ അവനെ അറിയാത്തോര് മൗസും കീബോർഡും ഉണ്ടല്ലേ പോയാടുന്നു. ആരെ മുമ്പ് ചാർലി പാപ്പ നിന്നില്ലേ? ചാർലി ചിമ്പ പാപ്പന് ചിമ്പന് ചാർലിക്കുള്ള ചിക്കനാണ് ഈ ആവണത് കേട്ടാ. അഞ്ചുമ്മ കച്ചോറ്റാ ഗായ്സ്. അപ്പം ഞാൻ ഈ കായ കരിയാൻ പോവാണ്. ഇന്ന് വെറൈറ്റി ആയിട്ട് ചിക്കൻ്റെ വെളിച്ചെണ്ണയിൽ കായ എന്താ പറയുക കാച്ചാന്ന് വിചാരിച്ചിട്ട് ഇരിക്കണേ. ഇന്നും ഒരു സാധാരണ വെളിച്ചെണ്ണയിൽ മറ്റേ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് ഉണ്ടാക്കാറ്. ഒന്ന് ചിക്കൻ്റെ വെളിച്ചെണ്ണയിൽ കാച്ചാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതിലേക്ക് കഴിഞ്ഞു. ആദ്യം സ്കൂൾ വിട്ട് വന്നപ്പോൾ തന്നെ കുളിപ്പിച്ചായിരുന്നു. നമ്മുടെ ജിമ്മന്മാരൊക്കെ ചാർലി ജിമ്മനൊക്കെ അപ്പോൾ ഒന്ന് ജിമ്മിൽ പോയിട്ട് വരുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ ഞാൻ തന്നെ തിരി വെച്ചു. ആദ്യം മിന്നാന്റിക്ക് വീഡിയോ എടുക്കല്ലേ. തിരി വെച്ചു ആദ്യം. അപ്പം ഞാൻ തന്നെ തിരി വെച്ചു. ഞാനിപ്പോൾ കഴിഞ്ഞിട്ട് അവൻ കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവൻ പ്രാർത്ഥിക്കും കേട്ടോ.
അപ്പോൾ അതേ നല്ല ചെറിയ കാറ്റ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൂസ് വരാറായി. അപ്പൂസ് വന്നിട്ടില്ല, വെയ്യൂട്ടാ. ഇനി പോന്നോ വാ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഈവനിങ് നേരുന്നു, നല്ലൊരു ദിവസം നേരുന്നു. വിച്ചു ഒന്ന് നേരത്തെ വരണേന്ന് പ്രാർത്ഥിക്കായിരുന്നു. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നേരത്തെ എന്ന് പറയുന്നത് 10-11 പുലർച്ചയും പാതിരയൊക്കെ വരുന്നത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചില്ല. അല്ലാതെ നേരത്തെ വരുന്നില്ല. എൻ്റെ എൻ്റെ മോനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കട്ടെ. പിന്നെന്താ പറയുക, വൈകുന്നേരത്തിനുള്ള ചോറും സാധനങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് ഇനി പ്രാർത്ഥിച്ചെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദീസിന് ചോറ് കൊടുക്കണം. സ്കൂളിൽ കൊണ്ട് അവനെ നേരത്തെ തന്നെ ഫുഡൊക്കെ കൊടുത്ത് കെടുത്തും. എന്തുമ്മ ഗുഡ് ബൈ അവനെ കാണിക്കാനാണ് പറയണേ. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ. എന്താ പറയുക, എല്ലാവരുടെ ലൈഫിലും സങ്കടങ്ങളും സന്തോഷങ്ങളും നെക്സ്റ്റ് മൊമെന്റ് എന്താണ് നമുക്ക് സംഭവിക്കണത് നമുക്ക് പോലും അറിയില്ല. നമ്മൾ ആരും വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ ഒന്നും ലൈഫ് പോവാ. എന്താടാ? അപ്പോൾ പ്രാർത്ഥന എപ്പോഴും കൈവിടാതെ ഉണ്ടാവുക. ഏത് വിശ്വാസത്തിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അവനവൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും തെറ്റിക്കാതെ പ്രാർത്ഥിച്ച് ഒരു ആത്മീയമായ ഒരു ഇത് നമ്മൾ കൈ നേടിയാൽ നമുക്ക് എന്തുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ തരണം ചെയ്യാനും ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.